എല്ലാവർക്കും നമസ്തേ. ഏതൊരു രാജ്യത്തും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് ആ രാജ്യത്തോടുള്ള സ്നേഹവും കടപ്പാടുമാണ്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് വന്നാൽ സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ ആ രാഷ്ട്രത്തോടുള്ള സ്നേഹവും കടപ്പാടും ഉണ്ടാകേണ്ടത് അത്തരം വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. കാരണം എന്തു പ്രതിസന്ധി ഉണ്ടായാലും അതിനെ ഒന്നും കാര്യമാക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമം പ്രത്യേകം പരിഗണിക്കുന്ന സർക്കാർ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്, ഭാരതമെന്ന ഈ മഹാരാജ്യത്തുള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് സാധാരണ പൗരന്മാരെക്കാൾ കൂടുതൽ രാഷ്ട്രത്തോട് കൂറും കടപ്പാടും കാണിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇത് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ വളരെ മോശമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ISROയുടെ ഭാഗമായ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSCയിലെ സീനിയർ അസിസ്റ്റൻ്റായിട്ടുള്ള GR പ്രമോദ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഈ ഭാരതാംബ വിവാദം കത്തിക്കാളുന്ന ഈ സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്തോ നാടേ ഈ കാവിക്കോണകം ചുറ്റിയ ഈ സ്ത്രീയാണോ ഭാരതാംബ എന്നും ചോദിച്ചുകൊണ്ട്. അത് വളരെ വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, ഇയാൾ ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരായിട്ടുള്ളവരുടെ ഒരു സംഘടനയുണ്ട്. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ മറ്റോ ആണ്. അതായത് ഇടതുപക്ഷ CPMൻ്റെ ഒരു പോഷക സംഘടനയായ CPMകാരായിട്ടുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇയാൾ, ഈ പ്രമോദ് എന്ന് പറയുന്ന അയാൾ. ഞാൻ ഈ സംഘടനയുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ പേര് പറഞ്ഞ് ഈ സംഘടനയെ അങ്ങ് വലുതാക്കണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഞാൻ ആ പേര് പറയാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഘടനകൾ, അതായത് CPM എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം, അവരുടെ അണികളിൽ എത്രമാത്രം രാജ്യവിരുദ്ധതയാണ് കുത്തി നിറച്ചു വച്ചിരിക്കുന്നത് എന്നതാണ് ഈ പ്രമോദിൻ്റെ ഈ വാക്കുകളിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഭാരതാംബ എന്ന ആ ഒരു സങ്കല്പം, ആ ഒരു വികാരം ജനങ്ങളിൽ വളർന്നു വരുന്നതിനെതിരായിട്ട് ഉള്ള ഒരു മോശം പരാമർശം തന്നെയാണ് അയാൾ നടത്തിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പാലിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അവർക്ക് മറ്റുള്ള സാധാരണ പൗരന്മാരെ പോലെ ഇങ്ങനെ ഈ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാനോ വിമർശനം നടത്താനോ ഉള്ള അധികാരമില്ല, അതിനുള്ള നിയമപരമായിട്ട് അധികാരമില്ല. അങ്ങനെ ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി ഇത്രയും മോശമായി ഭാരത എന്ന ഈ മഹാരാജ്യത്തെ അല്ലെ ഭാരതാംബയെ ഈ അധിക്ഷേപിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ CPM എന്ന് പറയുന്ന ആ പാർട്ടി വളർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രവിരുദ്ധതയുടെ ആ ഒരു തോതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം ഭയാനകമായ രീതിയിലാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൻ്റെ അണികളിൽ രാഷ്ട്രവിരുദ്ധത കുത്തി നിറച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇവരുടെയൊക്കെ വിചാരം ഈ രാജ്യമാണ്, ഈ ഭാരതമെന്ന ഈ ഭാരതാംബ എന്ന് നമ്മൾ വിളിക്കുന്ന, ഭൂരിപക്ഷം ജനങ്ങളും വിളിക്കുന്ന ഈ രാജ്യമാണ് ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. ഇവൻ്റെയൊക്കെ വിചാരം ഈ ഒന്നുകിൽ AKG സെൻറ്ററിൽ നിന്നുള്ള ധനം, അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള ധനം, ഇതാണ് ഇവനൊക്കെ ഈ ശമ്പളം മേടിച്ച് ഇവൻ്റെയൊക്കെ വീട്ടുകാരെ പുലർത്തുന്നത് എന്നാണ് ഇവൻ്റെയൊക്കെ ചിന്ത. അതുകൊണ്ടാണ് ഇവനൊക്കെ ഈ രാജ്യത്തെ ഇതേ രീതിയിൽ അധിക്ഷേപിക്കുന്നതും രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതും. ഇതിലെല്ലാം ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം,
ഇയാൾ ജോലി ചെയ്യുന്നത് VSSCയിലാണ്, അതായത് ISRO എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ രംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തും വളരെയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഈ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണങ്ങളും എല്ലാം വളരെയേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ISRO. ഇതിൽ ആണ് ഈ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇയാളും ഒക്കെ ഈ രാജ്യത്തിന് നമ്മുടെ ഇതിൻ്റെ ഈ ISROയുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇയാൾ ഈ ചൈന ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങൾക്ക് ചോർത്തി കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ വിശ്വസിക്കും? ഇത്തരം ഭാരതവിരുദ്ധ മനോഭാവമുള്ളവർ ഇതേപോലുള്ള തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്താൽ അവിടുത്തെ രഹസ്യങ്ങളെല്ലാം ഇവനൊക്കെ ഈ ശത്രു രാജ്യങ്ങൾക്ക്, ചൈന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങൾക്ക് വിറ്റ് ഇവനൊക്കെ കാശുണ്ടാക്കും എന്നുള്ളതിന് സംശയിക്കേണ്ട സാഹചര്യമേ ഇല്ല. അങ്ങനെ തന്നെ ഇവനൊക്കെ ചെയ്യും. കാരണം അടുത്ത സമയത്ത് നമ്മൾ കണ്ടു, നാവികസേന ആസ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, എന്തോ അയാളുടെ പേര് ഞാൻ പൂർണ്ണമായിട്ട് ഓർക്കുന്നില്ല, ഒരു യാദവ്, അയാൾ യുദ്ധസമയത്ത് പോലും നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഈ സേനയുടെ രഹസ്യങ്ങൾ ചോർത്തി പാകിസ്ഥാന് കൊടുത്തിട്ട് ധനമുണ്ടാക്കിയ കാര്യം. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന, മാർക്സിസം എന്ന് പറയുന്ന ഒരു വികാരം ജനങ്ങളിൽ വളർന്നു വന്നാൽ അവരിൽ രാജ്യസ്നേഹം എന്നുള്ള ഒരു ലവലേശം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഈ കമ്മ്യൂണിസം പറയുന്നത് തന്നെ ദേശീയതയ്ക്കെതിരാണ് കമ്മ്യൂണിസം പറയുന്നത്. അവർക്ക് സാർവദേശീയത എന്ന് പറയും. സാർവദേശീയത എന്ന് പറയുമ്പോൾ തന്നെ അവർ അത് തന്നെ കാപ്പട്യമാണ്. സാർവദേശീയത എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളെയും, അമേരിക്കയായാലും ബ്രിട്ടൻ ആയാലും ചൈനയായാലും റഷ്യ ആയാലും എല്ലാത്തിനും ഒരേപോലെയാണ് കാണേണ്ടത്. പക്ഷേ CPMൻ്റെ സാർവദേശീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാർവദേശീയത എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യം മാത്രമാണ്. അതായത് ചൈന, കൊറിയ ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മാത്രമാണ് അവർ സാർവദേശീയതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർ ബ്രിട്ടനെതിരാണ്, ഫ്രാൻസിനെതിരാണ്, അമേരിക്കയ്ക്കെതിരാണ്. ഇതേപോലുള്ള ജനാധിപത്യ രാജ്യങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ള ഒരു സാർവദേശീയതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, CPM ഉൾപ്പെടെയുള്ളവർക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇത്തരം കേന്ദ്രങ്ങളിൽ ജോലി ചെയ്താൽ ആ രാജ്യത്തിൻ്റെ ആ സ്ഥാപനങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തി ഇവർ ചൈനയ്ക്കും കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൈമാറും എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട. അതിനാൽ തന്നെ ഈ പ്രമോദിനെ പോലുള്ളവരുടെ, പ്രമോദ് ഉൾപ്പെടെയുള്ളവരുടെ ഇത്തരം സംഘടനകളിൽ പെട്ടവരുടെ ഓരോ പ്രവർത്തനത്തെക്കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. നമ്മുടെ എന്തൊക്കെ രഹസ്യങ്ങൾ ഇവന്മാർ ചോർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ബഹിരാകാശ ഗവേഷണ രംഗത്ത് നടക്കുന്ന പുരോഗതിക്ക് വേണ്ടി അതിന് നമ്മൾ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ. അവരുടെ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ വേണ്ടി, ഇത് പരാജയപ്പെടുത്താൻ വേണ്ടി ഇവന്മാരെന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള, ഈ പ്രമോദിൻ്റെ നേതൃത്വത്തിലുള്ളവർ എന്തൊക്കെ പ്രവർത്തനം നടത്തി എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിക്കേണ്ടത് വളരെയേറെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ എല്ലാ രീതിയിലും താറുമാറാക്കണം എന്നുള്ള CPMൻ്റെ ഈ ശ്രമങ്ങൾക്ക് ഇത്തരക്കാരാണ് ഊർജം പകരുന്നത്. അതിനാൽ കോടതി ഇടപെട്ടാൽ അതിനെ മറികടക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇതേപോലുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന, CPMമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഇതേപോലുള്ള തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാതിരിക്കാനുള്ള നയങ്ങൾ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച് അത് പ്രാബല്യത്തിൽ വരുത്തണം. അതായത് നമ്മുടെ രാജ്യത്തിനോട് കൂറില്ലാത്ത ഒരു വ്യക്തി പോലും ഇതേപോലെ പ്രതിരോധ രംഗത്താകട്ടെ, ഈ ബഹിരാകാശ രംഗത്താകട്ടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലിയിലുണ്ടാകാൻ പാടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടത്. ഇത്തരക്കാരെ
അവരെ പാർട്ടിക്ക് വേണ്ടി പാർട്ടി ശമ്പളം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വരട്ടെ. കാരണം ഈ നമ്മൾ തന്നെ കണ്ടു, കോവിഡ് സമയത്ത് ലോക്ക്ഡൗണിന് ആയിരുന്നു രാജ്യം മൊത്തം അടച്ചു പൂട്ടിയ സമയത്തും നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ സർക്കാർ ചെയ്തത്, ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെല്ലാം വീട്ടിൽ ഇരുത്തിക്കൊണ്ട് വെളിയിലിറങ്ങാൻ പറ്റാതിരുന്ന സമയത്ത് രാജ്യം മൊത്തം അടച്ചു പൂട്ടിയപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ, ശമ്പളം ഉൾപ്പെടെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മൊത്തം ഈ സർക്കാരാണ് ചെയ്തത്, നമ്മുടെ രാജ്യമാണ് ചെയ്തത്. ഇവർ റിട്ടയറായി കഴിയുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ട ചികിത്സാ സൗകര്യം ഉൾപ്പെടെയുള്ള അതിനുള്ള ചെലവുകൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യമാണ് വഹിക്കുന്നത്. അത്രമാത്രം നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഈ രാജ്യം ചെയ്യുമ്പോൾ ആ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. ഇത് ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇത്തരം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്ത്രപ്രധാനമായ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കില്ല എന്നൊരു തീരുമാനം ഉണ്ടായാൽ ഇവർ കോടതിയിൽ പോയേക്കും. സുപ്രീം കോടതിയുടെ കാര്യം നമുക്കറിയാം. പലതും രാജ്യത്ത് രക്ഷയ്ക്ക് എതിരായിട്ടുള്ള വിധികൾ ആണ് സുപ്രീം കോടതി വരുന്നത്. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരും. അതുകൊണ്ട് ജോലി കൊടുത്തേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു വിധിയൊക്കെ വന്നാലും അതിനെ മറികടന്നുകൊണ്ട് വേണം, അതിനെ സുപ്രീം കോടതി വിധിച്ചോട്ടെ, ആ വിധി ഒരു കോണിക്കിടക്കട്ടെ. പക്ഷേ ഭരിക്കുന്ന ഞങ്ങൾക്ക് പ്രധാനം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുമാണ് എന്നുള്ള ആ ഒരു ശക്തമായ നിലപാടിൽ കൂടി നമ്മുടെ ഭരണാധികാരികൾ മുന്നോട്ട് പോയി ഇത്തരം ഈ CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇതേപോലുള്ള പ്രവർത്തകരെ നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. കുറഞ്ഞ പക്ഷം കേന്ദ്ര സർക്കാരെങ്കിലും ആ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരം പ്രവർത്തകരെ, ഇത്തരം പ്രസ്ഥാനങ്ങളുടെ CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ ജോലി കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനവും നയവും കൊണ്ടുവന്ന് ഈ രാജ്യത്ത് എല്ലാ ജനങ്ങളെയും രാജ്യസ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള നടപടികളാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.